മാപ്സ്റ്റിക് മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എന്റെ കൂടെ ഉള്ളത് ആറാടുകയാണ് എന്ന വാക്കുകൊണ്ട് പ്രശസ്തി നേടിയ സന്തോഷ് വർക്കിയാണ്. വെൽക്കം ടു ദ ഷോ. അപ്പോ ആ ഒരു വേർഡ് ഫേമസ് ആയല്ലോ. അപ്പൊ അന്ന് മുതലേ ഭയങ്കര റീച്ചും കാര്യങ്ങളൊക്കെ കേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി എന്തേലും വേർഡ് വെച്ച് റീച്ച് ആകുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഇടയ്ക്ക് ശ്രമം നടത്തി തിമിർത്ത ആടുക, പക്ഷെ അത് ഹിറ്റായില്ല. ആറാടുക ഞാൻ പ്ലാൻ ചെയ്തല്ല, സംഭവിച്ചാണ്, നാച്ചുറലായിട്ട് സംഭവിച്ചാണ്. അത് പെരേര പോലെ പ്ലാൻ ചെയ്തായിരുന്നല്ല. ആ സമയത്ത് ലാലേട്ടൻ ആറാടി, ലാലേട്ടൻ ഫാനായതുകൊണ്ട് ലാലേട്ടൻ ആറാടി. പക്ഷെ ഞാൻ പറഞ്ഞപ്പോഴേക്കും ഒരു മീഡിയക്കാരനാണ് അപ്ലിഫ്റ്റ് ചെയ്തത്. അപ്പൊ ഞാൻ രണ്ടാമെന്ന് പറഞ്ഞു. ഒട്ടും ബ്ലാൻഡ് അല്ല, ഒരു കാര്യം ബ്ലാൻഡ് അല്ല. അല്ല, മോഹൻലാൽ ഫാനാന്ന് പറഞ്ഞു. ഇപ്പോഴും മോഹൻലാൽ ഫാനാണ്. അല്ല, പിന്നെ ഇടയ്ക്ക് എപ്പോഴോ പറയുന്നുണ്ടായിരുന്നല്ലോ മമ്മൂക്ക ഫാനായിന്നൊക്കെ. മമ്മൂക്ക ഫാനൊന്നും ആയിട്ടില്ല, ഞാൻ ഇപ്പൊ ലാലേട്ടൻ ഫാൻ തന്നെയാണ്. ആണോ? ഓക്കെ. അപ്പൊ അതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി പറഞ്ഞാണ്? പബ്ലിസിറ്റി ഒന്നുമല്ല, ഞാൻ അതൊന്നും പ്ലാൻഡ് അല്ല. ഇങ്ങനെ ആദ്യമായിട്ടല്ലേ തിയേറ്റർ റിവ്യൂലൂടെ ഒരാളെങ്കിലും വൈറലാണ്. അത് അങ്ങനെ സംഭവിച്ചാണ്. ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു പിന്നെ വന്നു പെരേര, ബാക്കി എല്ലാവരും പ്ലാൻഡ് ആണ്. എന്റെ ഒന്നും പ്ലാൻഡ് അല്ല. പ്ലാൻഡ് അല്ല. അപ്പൊ ഈ ക്രഷ് ഒക്കെ തോന്നുന്ന പ്ലാൻഡ് ആണോ അതോ നോർമലി വന്നു പോകുന്നതാണോ? ക്രഷ് ചിലപ്പോ നമ്മളെ ഔട്ട് ആവുമ്പോ ഒന്ന് തിരിച്ചൊന്ന് വരാൻ വേണ്ടി പറയണതാണ്. ആണ്. ചിലരല്ല ജെന്യൂനായി. നിത്യമിനോട് ജെന്യൂനായി. ഇപ്പൊ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ക്രഷ് ആരുടെ? ഇപ്പൊ ആരോടും ഇല്ല. എന്ത് പറ്റി? മതിയായി. ഈ പ്രണയ നൈരാശ ഒരുപാട് അനുഭവിച്ച ആളാണ്. കാരണം എന്റെ ഒരു പ്രണയവും ടൂ സൈഡർ ആയിട്ടില്ല. ഞാൻ വളരെ വേദനയോടെ പറഞ്ഞു, വൺ സൈഡ് ലവ് പെയിൻഫുൾ ആണ്, എല്ലാവർക്കും തമാശയായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് പ്രണയിക്കാൻ വയ്യ, ഇനി വേദനിക്കാൻ വയ്യ. ഒരു വല്ലാത്ത ഫീലിംഗ് ആണ് പ്രണയ നൈരാശ്യം. അല്ല, വൺ സൈഡ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? വൺ സൈഡ് ആണ്. എനിക്ക് ഇങ്ങോട്ടേക്കില്ല. അപ്പൊ വളരെ പെയിൻഫുൾ അല്ലേ. ഇങ്ങോട്ടുണ്ടെങ്കിലല്ലേ ശരിയാവുള്ളൂ. അങ്ങോട്ട് ഒരിക്കലും വന്നിട്ടില്ല. ഒരു റിലേഷനിൽ ഇരിക്കാൻ എപ്പോഴെങ്കിലും ആഗ്രഹമുണ്ട്, പക്ഷെ നടന്നിട്ടില്ല. ഇതുവരെ നടന്നിട്ടില്ല. ഇതുവരെ ഗേൾഫ്രണ്ട് ആയിട്ടില്ല. അത് പിന്നിൽ കാരണം ഞാൻ വിശകലനം ചെയ്ത് എന്റെ ഗ്ലാമറിലായ്മ തോന്നുന്നു. മനുഷ്യർക്ക് എല്ലാവർക്കും ഓരോ സൗന്ദര്യമാണ് തരുന്നത്. ഇങ്ങനെ പറയാം, അവസാനം വരുമ്പോ എല്ലാവരും ഗ്ലാമറാണ് നോക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ബുദ്ധിയും നല്ല മനസ്സൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് എപ്പോഴും പെണ്ണ് കിട്ടിയാണ്. അല്ല, മറ്റൊരു കാര്യമുണ്ട്, ഇങ്ങനെ ഡെയിലി ക്രഷ് തോന്നുന്ന ഒരാളെ കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കില്ലേ? അങ്ങനെയാണ് നിത്യവിനോട് ആദ്യത്തെ അന്ന് ക്രഷ് തോന്നുന്നത്. അത് പിന്നെ ഒരാളേക്ക് ഇഷ്ടമാണ് പറഞ്ഞ എന്താണ് അത്? ഞാൻ ഇപ്പൊ നിങ്ങളെന്ത്, ഞാൻ വുമണൈസർ അല്ലെങ്കിൽ അങ്ങനത്തെ ആളാണ്. അങ്ങനെയല്ല, നമുക്കത് സ്നേഹത്തോടെയും കാണാം, കാമത്തോടെയും കാണാം. ഞാൻ സ്നേഹത്തോടെ കണ്ടത്, ഞാൻ ലെസ് ലവർ കളിയാക്കിയതാണ്, ലെഫ്റ്റോടെ അല്ല കണ്ടത്. അല്ല, അപ്പൊ അങ്ങനെ വരുമ്പം ഇപ്പം പെരേരയുടെ ലേറ്റസ്റ്റ് വീഡിയോ ഒക്കെ കാണുന്നില്ലേ? അപ്പം അലിന്റെ പുതിയ വീഡിയോകളൊക്കെ കാണുമ്പോഴത്തേക്ക് എന്താ അസൂയ തോന്നാറുണ്ടോ? അസൂയല്ല, പുള്ളി ഒരു അഹങ്കാരിയെ മാറിയിരിക്കുക. വന്ന പുള്ളി ഇത് കാരണം പുള്ളി ഞാൻ ആദ്യ കാലത്ത് ചോദിച്ചു പുള്ളി പാവമാണ്, അങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്തത്. പക്ഷെ പാവമൊന്നല്ല, പുള്ളി പാവമായിട്ട് അഭിനയിക്കുകയാണ് എൻ്റെ അടുത്ത്. പുള്ളിയുടെ കാര്യം പറഞ്ഞാൽ പുള്ളി നല്ല സെൽഫിഷാണ്, വക്രതയുള്ള ക്രൂക്കാണ്, വന്ന പോയി മറക്കുന്ന ആളാണ്. പുള്ളി എല്ലാം പ്ലാൻ ചെയ്താൽ പറയുന്നത്, വൈറലാൻ വേണ്ടിയല്ല. ഇപ്പം ഇന്നാള് പറഞ്ഞു ഞാൻ പൊട്ടറാണെന്ന് പറഞ്ഞു. എനിക്കങ്ങനെ ബസൂക്കയുടെ മമ്മൂക്കയുടെ സിനിമയെ പിന്മാകാൻ കാരണം എനിക്ക് ആക്ടിങ്ങിനോട് അങ്ങനെ വലിയ പാഷൻ ഒന്നുമില്ല. എനിക്ക് ഫിലോസഫി അങ്ങനെ പോകാൻ താല്പര്യം. പിന്നെ പുള്ളി പറഞ്ഞെന്താണ്, ഞാൻ ഫീൽഡ് ഔട്ടായി. അത് പുള്ളി എന്തിനാ അങ്ങനെ പറഞ്ഞാൽ എനിക്കറിയില്ല. എനിക്കിപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ, യൂട്യൂബിൽ, ഫേസ്ബുക്കിൽ റീച്ച് ഉണ്ട്. എന്നെ പല ആൾക്കാരും ഫോൺ വിളിക്കാറുണ്ട്, പല ആൾക്കാർ സെൽഫി എടുക്കാറുണ്ട്. ഞാൻ ഫീൽഡ് ഔട്ട് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പുള്ളി ഇടയ്ക്കൊക്കെ പറയാനുണ്ട്. സ്റ്റഡീസ് മാത്രമല്ല, വീട്ടിലെ കാര്യം ഒരുപാട് ഫാദർ വെച്ചോണ്ട് വീട്ടിലെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, PhD റിലേറ്റഡ് കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ ഈ ഫിലിം റിവ്യൂ എല്ലാം കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ശരിക്കും 4-5 കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. മൾട്ടി ടാസ്കിങ് ആണ്. ഫിലിം റിവ്യൂ ചെയ്യുമ്പോഴത്തേക്കും ചില ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ല, ഇപ്പൊ ഇവിടെ നടക്കുന്ന ഫിലിം റിവ്യൂ ഒന്നല്ല, വെറും കോമാളിത്രമാണ്. പിന്നാലെ ഒരു കാസർഗോഡ് നമ്മളെ കൊണ്ടുവന്നത്. ഇവിടെ എന്ത് റിവ്യൂ നടക്കുന്നത്? കോക്ക് ഉണ്ണി വ്ലോഗർ റിവ്യൂ ആണ്. ഈ വിനിതാന്തിയിൽ നടക്കുന്ന പെരേരയിലെ എന്ത് റിവ്യൂ എന്ന് പറയാം. പുള്ളിയെന്ന് പറഞ്ഞല്ലോ, പുള്ളി റിവ്യൂ ജെന്യൂനല്ല. ഒരു റിവ്യൂകളും എല്ലാം ഒരേ റിവ്യൂ ആണ്, പോസിറ്റീവ് റിവ്യൂ മാത്രമേ ഉള്ളൂ. ഇവിടെ നടക്കുന്ന റിവ്യൂ അല്ല, കോമാളിത്തരും പൊട്ടത്തരവുമാണ്. ശരിക്കും റിവ്യൂ ചെയ്യുന്ന അശ്വിൻ, കോക്ക്, ഉണ്ണി വ്ലോഗ് അവരൊക്കെയാണ്. അപ്പം പുള്ളിക്കാരന്റെ ആ ഒരു വീഡിയോസ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ഫേമസ് ആവാൻ വേണ്ടി പലതും കാണിക്കുന്നതാണല്ലോ. പുള്ളിക്ക് പറ്റിയ ലൈൻ ഫിലിം അല്ല. കാരണം ഫിലിം കലാപരമായിട്ട് പുള്ളിക്കൊന്നുമില്ല. പുള്ളി പൊളിറ്റിക്സിൽ പോകേണ്ട ആളാണ്. നന്നായിട്ട് കളിക്കാൻ അറിയാം. വക്രതയോടെ പല കളി കളിക്കാൻ അറിയാം. പൊളിറ്റിക്സിൽ പോകേണ്ട ആളാണ്. പുള്ളിക്ക് പുതിയ റിലേഷൻ ഒക്കെ ആയി എന്നുള്ളൊരു പെൺകുട്ടിയുടെ പാവം പെൺകുട്ടിയാണ്. ഇന്നലെ ഒരു കോളേജിൽ വന്നിട്ട് 25 പേര് പുള്ളിയുടെ ആൾക്കാർ നടക്കുന്നത് എന്നെ അടിക്കാൻ വേണ്ടി, എന്നെ അടിച്ചിട്ട് മോല ഫാൻസുകാരുടെ പേരിലാക്കാൻ, പിന്നെ അത് എന്നെ കൂടെ പറയിപ്പിക്കും, കിഡ്നാപ്പ് ചെയ്ത് പറയിപ്പിക്കും. എനിക്ക് ഇങ്ങനെ എന്തൊക്കെയുള്ള എനിക്ക് പെരേരയ്ക്ക് എന്താ തെറ്റിക്ക് മനസ്സിലാവണില്ല.